ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്ക് തുണിയിലൊക്കെ ഹോള് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കട്ടെ. അപ്പോൾ തുണിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഹോള് അല്ലെങ്കിൽ ഓട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തയ്ക്കാതെ തന്നെ ശരിയാക്കി എടുക്കാം, ടൈലർ ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുക. നിങ്ങൾ കണ്ടല്ലോ അതൊരു ഓട്ട ഉണ്ടെന്നുള്ളത്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ മാച്ചിങ് കട്ട് പീസ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതിനല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു തുണി എടുക്കുക. ഓക്കെ, അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവർ, മിൽമ കവർ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു പ്ലാസ്റ്റിക് കവർ കുറച്ച് നമ്മുടെ ഹോളിനെ വെച്ച് 4 സൈഡ് കുറച്ച് നീളവും വീതിയും ഉള്ളതായിരിക്കണം. എടുത്തിട്ട് തുണിയുടെ മേലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ കാലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് അകത്തേക്ക് വെക്കേണ്ട വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോളിൻ്റെ മേലെ, ഹോളിൻ്റെ അടിയിൽ ഫേസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ്, അതിൻ്റെ അടിയിലാണ് നമ്മൾ റെഡ് കളർ തുണി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ A4 സൈസ് ഷീറ്റ് പേപ്പറോ എന്തെങ്കിലും വെക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഈ അയൺ ബോക്സ് ചൂടാക്കി എടുക്കാം. നല്ല അസലായിട്ട് ചൂടായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് ഓണാക്കി ഇതിലിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയുടെ വേറെ ഭാഗത്ത് തുണി ചീത്തയാവാതിരിക്കാനാണ് നമ്മൾ പേപ്പർ വെക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു 15-20 സെക്കൻഡ് ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ആ പ്ലാസ്റ്റിക് എല്ലാം ഉരുകി മെൽട്ടാവുമ്പോൾ എന്താവും, ആ അടിയിലെ തുണി ഉണ്ടല്ലോ, ആ തുണിയും പ്ലാസ്റ്റിക്കൊക്കെ അങ്ങോട്ട് ഒട്ടി അങ്ങോട്ട് പിടിക്കും നമ്മളുടെ ഈ ഹോള് വന്ന തുണിയിലേക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു 15-20 സെക്കൻഡ് 20 സെക്കൻഡ് ഇങ്ങനെ ആക്കി നോക്കുക. എന്നിട്ട് ആ ഒരു ആ പേപ്പർ മെല്ലെ ഇളക്കി നോക്കുമ്പോൾ അത് വീണ്ടും പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ചെയ്യുക കേട്ടോ. നോക്കുക, ഇതുണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ട് ഒന്നും കൂടി ആക്കിയിട്ട് നമുക്ക് മെല്ലെ ന്യൂസ് പേപ്പർ മാറ്റി നോക്കുമ്പോൾ ആ ഹോളല്ല തുണിയുടെ ആ ഓട്ടയും അല്ലെങ്കിൽ പിഞ്ഞ തുണി ഇതെല്ലാം നമുക്ക് പോയി കംപ്ലീറ്റ് ആ തുണി അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ആരും അറിയത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ആ ഒരു സെയിം കളർ തുണിയാണെങ്കിൽ ഒട്ടും തന്നെ അറിയത്തില്ല. അത് കണ്ടത് നോക്കിക്കേ എന്തെങ്കിലും അറിയുന്നുണ്ട്, ഇവിടെ ഒരു വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുള്ള അറിയണ്ട, ഇല്ല അല്ലേ? നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള സൈഡിലുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ ബാക്ക് സൈഡിൽ ആ തുണി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിക്കാക്കുക. അപ്പോൾ ഇത് പാൻറ് ആയതുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് മൊത്തത്തിൽ അടി നിവർത്തിയിടണം. അല്ല പാവാടയോ ബ്ലൗസ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി അതിൻ്റെ മേലെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഹോള് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടഞ്ഞു. എക്സ്ട്രാ ഉള്ളതെല്ലാം ഒന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇടയിടയിൽ. ഇതാണ് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ. കാരണം പിഞ്ഞു പോയ ഹോളായി കഴിഞ്ഞിട്ട് ആരും ഇതാക്കി വെക്കണ്ട. കട്ട് പീസോ അല്ലാന്നുണ്ടെങ്കിൽ അതിനോട് മാച്ചിങ് ആയിട്ടൊരു തുണി വെച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ വശത്തുള്ള സംഭവങ്ങളൊന്നും ആരും കാണില്ല. കണ്ടോ നോക്കിക്കേ, ഇതിപ്പോൾ ദൂരത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല അല്ലേ? കണ്ടോ നീറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.